ഹേ ആൾ വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പുറത്തു പോയ വിശേഷങ്ങളും ഗ്രോസറി ഷോപ്പിങ്ങും വാട്ട്സ് ഇൻ മൈ ബാഗും അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് കുറച്ച് ഡിലേ ആവാൻ കാരണം ഞാൻ എന്നും വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കും. പക്ഷെ ക്ലൈമറ്റ് പക്ക ബോറായിരുന്നു. ഭയങ്കര മൂഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ അങ്ങനെ സ്റ്റക്കായി നിന്നിട്ടാണ് കുറച്ച് ദിവസം ഡിലേ ആയത്. പക്ഷെ ഇന്നും ഭയങ്കര ഡള്ളായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയും നീണ്ടു നിന്നുണ്ടെങ്കിലും വ്ളോഗ് അങ്ങോട്ട് നടക്കൂലെന്ന്. അങ്ങനെ ഞാൻ എടുത്തതാണ്. രാവിലെ ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ പറ്റാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ടാക്കുക. ഈയിടെയായിട്ട് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഷുഗർ ക്രേവിങ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര വെയിറ്റ് കൂടി. അത്യാവശ്യം ഞാനുള്ള വെയിറ്റിനെക്കാട്ടി കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഈ ഷുഗർ ക്രേവിങ് ഒക്കെ കൂടിയതിനെ കൊണ്ട് വലിച്ചു വാരി എന്തൊക്കെയാ തിന്നുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് മുഖത്ത് പിമ്പിൾസിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എപ്പോഴും ഞാൻ യൂട്യൂബിലാണ് സജഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക, എന്ത് ചെയ്താലാണ് ടിപ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം നമ്മളെ മുൻപിൽ ChatGPT ഉണ്ടല്ലോ, നമുക്ക് എന്ത് A to Z കാര്യങ്ങൾ ചോദിച്ചാലും ബോസ് നല്ല ക്ലിയറിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എനിക്ക് ChatGPT തന്ന ടിപ്സാണ് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. പക്ഷെ ഇതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ എത്രത്തോളം ഫുഡ് കൺട്രോൾ ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അതിലൊക്കെയാണ് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറയ്ക്കണം എന്നാണ് വരുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഒരു കോഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് അറിയാലോ, കോഫി എങ്ങനെയെങ്കിലും നിർത്തണം എന്നാണ്. കാരണം രാവിലെ തന്നെ ചായ കുടിക്കുക, പിന്നെ വൈകിട്ട് ചായ കുടിക്കുക, പിന്നെ എപ്പോഴെങ്കിലും ചായ കുടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരാളാണ് ഞാൻ. അപ്പം തന്നെ നമുക്ക് എത്രയോ മധുരം അകത്തേക്ക് കയറുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് മെല്ലെ ഒന്ന് മാറ്റി വരണം എന്നാണ് എനിക്ക് ഇക്കൊല്ലം. അങ്ങനെയൊക്കെ തുടങ്ങി വെക്കണം. കാരണം നമുക്ക് ആകെ ഇനി ഒരു മാസം കൂടിയുള്ളൂ, ഡിസംബർ കഴിയാൻ. നമ്മളെപ്പോഴും വിചാരിക്കും ജനുവരിയിൽ എന്തെങ്കിലും തുടങ്ങാമെന്നൊക്കെ. പക്ഷേ അതിനും നല്ലത് നമുക്ക് ഇപ്പം ഉള്ള ഈ ഒരു കുറച്ച് സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തുക. അതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ് ജേണൽ എഴുതാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ ഇതുവരെ ജേണൽ എഴുതിയിട്ടുള്ള ഒരാളോ അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ യൂട്യൂബ് ഷോർട്സ് എടുക്കുമ്പോൾ തന്നെ അധികം ജേണൽസ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ജേണൽസ്, അതേപോലെ നമ്മളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ശരിയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മറിച്ച് നോക്കുമ്പം നമ്മൾ അന്നത്തെ ദിവസത്തെ കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാനും നമുക്കത് മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടന്നിരുന്നല്ലോ എന്ന് ഓർമ്മ വരാനൊക്കെ ഇത് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഈ ബുക്ക്. അത് കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുക. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇയറിൽ എനിക്കും ചാനൽ എഴുതണം എന്നുള്ള ആ ഒരു സ്വപ്നത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണിത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബുക്കും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളൊരു ബുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റാക്കാന്നുള്ള രീതിയിൽ. ഇതെല്ലാമാണെങ്കിൽ ലൈൻസ് ആയിട്ട് വരുന്ന ബുക്കാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ വേറെ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ക്യൂട്ട് പേപ്പറൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് പോയി പ്രിൻ്റ് എടുത്തതാണ്. അത്രയും നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. 20 റുപ്പീസിന് A4 ഷീറ്റ് സൈസിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അല്ലാണ്ട് നമ്മളിപ്പോൾ സ്റ്റിക്കറൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി എമൗണ്ട് ചിലവിടാണ്. നമുക്ക് അത്യാവശ്യം പൈസ വെറുതെ ഇതിനൊന്നായിട്ട് പോകും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമ്മളതിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യുക, അത് വെച്ചിട്ട് ചാനൽ ചെയ്യുന്ന കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ ഇനി പുതിയതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതിന് ബേസ് ചെയ്തിട്ട് ഇടണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്രിൻറ്റഡ് പേപ്പറിലേക്ക് എൻ്റെ ഒരു പോളറോയിഡ് പിക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലും എന്തെങ്കിലും കുറച്ച് കോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഒരു ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റാക്കുകയാണ്. അല്ലാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് പേജ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ. പിന്നെ എനിക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് റൂം ടൂർ ചെയ്യോ, റൂം മേക്ക് ഓവർ ചെയ്യോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് റൂം ടൂർ കാണിക്കാൻ മാത്രം എൻ്റെ റൂമിൽ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് ഉള്ള റൂമാണ്. ഞാൻ കിടക്കുന്നത് താഴെയാണ്. ആ റൂം നിങ്ങൾ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാകും. കുറച്ചും കൂടി ഈസ്തെറ്റിക് ആയിട്ടൊരു വൈറ്റ് കളറിൽ ഉള്ള റൂം കണ്ടിട്ടായിരിക്കും മേ ബി നിങ്ങൾ അത് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ കാണുന്ന മാതിരി ഒന്നുമില്ല, അതിൽ കാര്യമായിട്ടൊന്നും ഇൻക്ലൂഡ് ആക്കാനില്ല. എനിക്കത് റൂം ടൂർ മാത്രമായിട്ട് ചെയ്യാൻ മാത്രം ക്ലിപ്സും കാര്യങ്ങളും ഇല്ല. ചെറിയൊരു റൂമാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അത് ഇൻഷാ അല്ലാ നിങ്ങൾ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ആ വീഡിയോയിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു റൂം ടൂർ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് 1 മിനിറ്റോ 2 മിനിറ്റോ കൂടിപ്പോയാൽ അത്രയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റൂം ടൂർ പോലെ നെക്സ്റ്റ് വ്ളോഗിലായിക്കാനുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കി കാണിച്ചു തരാം. കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ്.
അപ്പോഴത്തേക്ക് നമ്മളെ ജേണൽ പേജിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഞാനിത് ഇത്രയും ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇത്രയും ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ പിന്നെ ചായ കുടിക്കാൻ പോയി. നമ്മൾ ചായ കുടിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, കാരണം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഈ കാര്യത്തിലേക്കാണ് പോയത്. ഇന്ന് നമുക്ക് പത്തിരിയും ചെമ്മീൻ കറിയാണ് ഉണ്ടായത്. ഉമ്മാൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഉമ്മാൻ്റെ ചെമ്മീൻ കറിയൊക്കെ ഭയങ്കര ഒടുക്കത്ത ടേസ്റ്റാണ്. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനെക്കാട്ടും എനിക്ക് വീട്ടിൽ ബെസ്റ്റായിട്ട് തോന്നുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എനിക്ക് ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, ഉമ്മ പറയുന്ന സാധനങ്ങൾ പോയി വാങ്ങുക, അതാണ് എൻ്റെ ഡ്യൂട്ടി വരുന്നത്. ഇന്നാണെങ്കിൽ പിന്നെ ഓവർ തിരിഞ്ഞ് കളിക്കാനുള്ള ടൈമൊന്നുമില്ല. പെട്ടെന്ന് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാനാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഹറിബറി ആയിട്ടാണ് സാധനങ്ങൾ തന്നെ എടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ബിസ്മിയിലേക്കാണ് എന്തിനാ വരുത്ത്, എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാമല്ലോ. പിന്നെ ഞാനാണെങ്കിൽ അധികം ആരില്ലാതെ സമയം നോക്കിയിട്ടാണ് വീഡിയോ എടുക്കൽ. എനിക്ക് ആൾക്കാർ കണ്ടിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. എനിക്കെന്തോ ഭയങ്കര ചമ്മല. അപ്പോൾ ആരില്ലാത്ത ടൈം നോക്കിയിട്ടാണ് ഞാൻ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കൽ. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഒരാളാണല്ലോ, അപ്പം അതിൽ നിന്നൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ ഒക്കെ പുതിയതായിട്ട് എടുത്തിക്കണേ. എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. കുറച്ച് ദിവസമായി ഇതിപ്പോൾ ഇവിടെ കിടക്കണേന് ഇതുവരെ അതെടുത്ത് കുടിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. പക്ഷേ കുടിച്ച് നോക്കണം. അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല. എന്നിട്ടും ഞാൻ അത് വാങ്ങിയിട്ടും ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ വാങ്ങേണ്ട ആവശ്യമില്ലെങ്കിലും ഈ ക്രോക്കറി ഐറ്റംസിൻ്റെ അവിടെ എത്തുമ്പം ഞാനൊന്ന് സ്റ്റക്കാവും. ആവശ്യമില്ലാത്ത സാധനമാണെങ്കിലും എൻ്റെ മുൻസൊക്കെ കണ്ട് ഞാൻ അവിടെ വെറുതെ നിൽക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. എൻ്റെ ഉമ്മക്ക് പാത്രത്തിനോടും ചെടീനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ക്രേസാണ്. അതന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മളെ ക്രിസ്മസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ മൊത്തം അധികം ക്രിസ്മസ് ഡെക്കറേഷൻ കൊണ്ട് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അധിക സ്ഥലത്തുമായിട്ട് ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ടൈമാണ് ഓർമ്മ വരുന്നത്. ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാർഡ്സ് ഉണ്ടാക്കലും അതേപോലെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കലും. നമ്മൾ സ്കൂളിൽ ആ ഒരു ടൈമിൽ നമുക്ക് കാർഡ്സൊക്കെ സെയിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും. കാർഡ്സൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാകും. എന്ത് ക്യൂട്ടായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡൊക്കെ അതിന് വന്നിട്ടുണ്ടായത് ഞാനിങ്ങനെ ഓർക്കും. ലേറ്റ് കത്തുന്നതും ലേറ്റ് കത്താത്തതും പല പല തരം കാര്യങ്ങളൊക്കെ. ഇന്ന് സത്യം പറഞ്ഞാൽ അതൊന്നും കാണാനില്ല എന്നാണ് എനിക്കത്. ഇനി ചെറിയ മക്കളൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ എൻ്റെ കേസിൽ അന്ന് എനിക്ക് തോന്നിയ നമ്മളെങ്ങനെയെങ്കിലൊക്കെ പൈസ കൂട്ടി വെച്ചിട്ട് അത് വാങ്ങാൻ ശ്രമിക്കും. അത്രയും അടിപൊളി സംഭവങ്ങളൊക്കെ അതിനൊന്ന് കാർഡ്സ്, അതേപോലെ നമുക്ക് പ്ലം കേക്ക് കിട്ടും. ഈ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ടല്ലോ, അന്ന് ആ കേക്കിന് എന്തൊരു ടേസ്റ്റ് ആയിട്ടാ. ആ ഒരു ടൈമൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്, സ്കൂൾ ടൈമൊക്കെ. നമ്മൾ പറഞ്ഞ് ഏടിയോ എത്തി. അതിനുശേഷം ഞാൻ വരുമ്പോൾ പിന്നെ ഒരു കുനാഫയും കൂടി വാങ്ങിച്ചിട്ടാണ് വന്നത്. ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ വരുമ്പോൾ ഞാൻ കുനാഫ ആയിട്ടാണ് വന്നത്. കുറേ ആയി കുനാഫ കഴിച്ചിട്ട്. സത്യം പറഞ്ഞ ഒരു 2-3 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കുനാഫ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനത് വാങ്ങി. പക്ഷേ ഇത് മുഴുവനായിട്ട് ഞാനൊന്നല്ല കഴിച്ചത്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് പിന്നെ ബാക്കി ഉമ്മ നമ്മൾ വീട്ടിലെല്ലാവരും കൂടിയാണ് കഴിച്ചിട്ടുള്ളത്. ഭയങ്കര ചെറിയ സ്മോളായിട്ടുള്ള ഒരു കുനാഫ ആയിരുന്നു. വീട്ടിലെത്തിയ ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇന്നാണെങ്കിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇനി മെയിനായിട്ട് അടിച്ചു വാരുക, തുടയ്ക്കുക, ക്ലീൻ ചെയ്യുക, അതൊക്കെ തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഒന്ന് നീറ്റാക്കി ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് കുളിക്കുക. നമ്മളെ പിന്നെ ഒരു എനർജി കിട്ടാന്ന് അറിയുന്നത് കുളിക്കണം. ഉച്ചയ്ക്കാണ് എപ്പോഴും കുളിക്കൽ. അപ്പം കുളിച്ച് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആകുമ്പോൾ തന്നെ മൈൻഡൊക്കെ ഒന്ന് തലയിലൊന്ന് വെള്ളം കയറിയാൽ തന്നെ ഞാനൊന്ന് പിന്നെ ഒന്ന് ഉണരും. പിന്നെ മാറ്റി ലഞ്ച് കഴിക്കാം. ഇന്ന് ലഞ്ചിന് ചോറും ചെമ്മീൻ കറിയല്ല ചെമ്മീൻ ഫ്രൈയും നല്ല ചീരൻ്റെ ഉപ്പേരിയും പച്ചക്കറിയും അച്ചാറും പപ്പടമൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഉമ്മ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ അധികം ലഞ്ച് കഴിക്കൽ. അല്ലെങ്കിൽ ഞാൻ അധികം രാവിലത്തെ ഫുഡ് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കാം. എനിക്കങ്ങനെ ചോറ് നിർബന്ധമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അതിനുശേഷം നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങിയിരുന്നു. ചോറ് കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങണമല്ലോ. നമ്മൾ രാവിലെ അത്യാവശ്യം നേരത്തെ എണീച്ചിക്കല്ലോ. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയപ്പം എൻ്റെ അമ്മ നല്ല കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പത്തൽ എന്നാണോ ഇതിന് പറയാമെന്നറിയില്ല, കാരണം നമ്മളിതിൽ ബീഫും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് തേങ്ങ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി വൈകുന്നേരം എന്ന് പറയുന്നത് നമുക്ക് ചായ കുടിക്കണമല്ലോ. ചായ സ്കിപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. ഇത് ഷുഗറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ബ്ലാക്ക് ടീ ആണ്. ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്.
ഈ സംഭവത്തിന് ബീഫ് ഇടാത്തതിനോണ്ട് അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ തനി മലയാളീൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്ളോഗറാണ്. ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ വ്ളോഗ് കണ്ടാൽ മതി. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് മുമ്പേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് ഡിലീറ്റ് ആക്കേണ്ടി വരും. ഇത് ഞാൻ പുറത്ത് പോകുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. ഇത് പെട്ടെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്ത് പോകാൻ തീരുമാനിച്ചത്. അവൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാം. അങ്ങനെ ഞാൻ കുറച്ച് ടൈം ഉണ്ടെങ്കിലും അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയതാണ്. ഇത് ജസ്റ്റ് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് പോലെ ഞാൻ ബാഗിലെപ്പോഴും കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, പേഴ്സും അതേപോലെ എൻ്റെ കയ്യിലെപ്പോഴും ഒരു ടിഷ്യൂ ഉണ്ടാവും. അതേപോലെ പിന്നെ ഒരു ചെറിയൊരു ക്യാമറ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ആയിട്ട് വരുന്നത്. രസമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഔട്ട്ഫിറ്റ് അല്ല, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെതാണ്. അവളുടെ എടുത്തിട്ട് ഞാനിടും, എൻ്റെ എടുത്തിട്ട് അവളിടും. നമ്മളങ്ങനെയാണ് പൊതുവേ. ഇത് നമ്മളെ കോഴിക്കോട് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു കെഫെയാണ്. ഒടുക്കത്തെ ഈസ്തറ്റിക്സ് ആണ്. എവിടെ നോക്കിയാലും നമുക്ക് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. മറ്റുള്ള കെഫേന്നും എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ് ഈ കെഫെ തോന്നിയിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് കറങ്ങിയിട്ട് തീരുന്നില്ലടാ, ഭയങ്കര വലിയൊരു കെഫെ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. പുതിയതായിട്ട് വരുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഇവിടെ അധികം ഡെസേർട്ട് ഐറ്റംസ് ആണ് ഉണ്ടായത്. മെനു ഒന്നും നോക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇന്നും നമ്മൾ പുറത്ത് പോകുന്നത് ഐശ്വര്യൻ്റെ കൂടെയാണ്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നു ഐശ്വര്യ, എൻ്റെ സ്കൂൾ തൊട്ടിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോഴും അധികം കഫേയിലൊക്കെ പോകുന്നത്. ഇനി ഒരാളും കൂടി ഉണ്ട്, അവൾ വന്നിട്ടില്ല. നമ്മൾ ഒരുമിച്ചാണ് അധികം പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ അവൾക്ക് ജോബ് ഇന്ന് ഉച്ച വരെ ഉള്ളൂ, നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയതാണ്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ പ്ലേസസ് ഇതിലുണ്ടായിരുന്നു. നമ്മൾ എവിടെ തിരിഞ്ഞാലും ഫോട്ടോക്ക് പറ്റിയ കുറേ, പക്ഷെ കുറച്ചൊരു ഇരുട് കൂടി കിടക്കുന്ന ഒരു കെഫേനു. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പം നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പിസ്സാറിക്കോട്ടയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പിസ്സ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം പള്ളൊന്ന് ഫുള്ളായിക്കണേ. ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിലെത്തി ഉമ്മ ചോദിക്കും എന്താ ഒന്നും കഴിച്ചിട്ടില്ലേ, അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കാരണം നമ്മൾ ചോറ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ തന്നെ എനിക്ക് നല്ല രാവിലെ ആണെങ്കിൽ ഇന്ന് അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കാര്യങ്ങളും കഴിച്ചിട്ടുമില്ലേനു. അതുകൊണ്ട് നല്ലൊരു പിസ്സ കഴിച്ചപ്പം നല്ല റാഹത്തായി. പിന്നെ നമ്മളെപ്പോഴും ഒക്കെ കൂടിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ഫോണിൽ നമ്മളെപ്പോഴും വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മൾ ഡെയിലി കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ, അതൊക്കെ പറയാം. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാം നെക്സ്റ്റ് ടൈം നമുക്ക് കെഫെ ഒഴിവാക്കാം, ഏതെങ്കിലും സ്റ്റേക്കേഷന് പോവാം, എവിടെയെങ്കിലും ലോങ് പോവാം, ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പ്ലാനിങ്ങേ ഉണ്ടാവില്ലുള്ളൂ, കാര്യമായിട്ടൊന്നും നടക്കലില്ല. ഡെയിലി നമ്മൾ ചെയ്യുന്ന മാതിരി കെഫേയിൽ പോവുക, അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെയും സംഭവിക്കുക. ഇന്നെന്തായാലും ഞാൻ ഇത്രയും ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.